രാഷ്ട്രീയ വേദികളിൽ നേതാക്കളുടെ പ്രസംഗം വിവർത്തനം ചെയ്യുന്നത് പലപ്പോഴും മുതിർന്ന നേതാക്കളോ പരിചയസമ്പന്നരോ ആണ്, അല്ലെങ്കിൽ ഭാഷാ പാണ്ഡിത്യമുള്ള ആളുകൾ. എന്നാൽ വയനാട്ടിലെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ വിവർത്തനത്തിന്റെ പുതിയൊരു അധ്യായം കുറിച്ചിരിക്കുകയാണ് ഒരു കൊച്ചുമിടുക്കി. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്ത പരിപാടിയിൽ രാഹുലിന്റെ രസകരമായ പ്രസംഗം ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. സഹോദരങ്ങൾ തമ്മിലുണ്ടായ സൗന്ദര്യപ്പിണക്കത്തെ വേദിയിൽ വെച്ച് വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ച് രാഹുൽ ഗാന്ധി കയ്യടി നേടിയിരുന്നു. സാധാരണയായി രാഹുലിന്റെ പ്രസംഗം തർജ്ജമ ചെയ്യാറുള്ളത് ഷാഫി പറമ്പിൽ MP ആണ്. അത്തരത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗവും മുതിർന്ന ഏതെങ്കിലും നേതാക്കളാണ് തർജ്ജമ ചെയ്യാറുള്ളത്. എന്നാൽ വയനാട്ടിൽ 6ാം ക്ലാസ്സുകാരിയായ ഫാത്തിമ അജ്മി പ്രിയങ്ക ഗാന്ധിയുടെ ഇംഗ്ലീഷ് പ്രസംഗം മലയാളത്തിലേക്ക് ഒഴുക്കോടെയും കൃത്യതയോടെയും തർജ്ജമ ചെയ്ത് സദസ്സിനെ അമ്പരപ്പിച്ചു. വയനാട് സ്വദേശിനിയായ ഈ കൊച്ചുമിടുക്കി തന്റെ അതിശയിപ്പിക്കുന്ന കഴിവുകൊണ്ട് വളരെ പെട്ടെന്നാണ് വാർത്തകളിൽ ഇടം പിടിച്ചത്. പ്രിയങ്ക ഗാന്ധി ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഓരോ വാക്യങ്ങളും ഒട്ടും അർത്ഥവ്യത്യാസമില്ലാതെയാണ് ഫാത്തിമ വിവർത്തനം ചെയ്തത്. നിറഞ്ഞ കയ്യടിയായിരുന്നു ഫാത്തിമയ്ക്ക് സദസ്സിൽ നിന്നും കിട്ടിയത്. തന്റെ പ്രസംഗം ഇത്ര ഭംഗിയായി മലയാളത്തിലേക്ക് മാറ്റിയ 6ാം ക്ലാസ്സുകാരിയെ പ്രിയങ്ക ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു. കൗതുകമുളവാക്കുന്ന ആ ദൃശ്യങ്ങൾ കൂടി വാർത്തയോടൊപ്പം ചേർക്കുന്നു. And what you celebrate here is a good education for thousands and thousands of children, and an institution that, as your esteemed President said, has worked to create a strong and solid framework of education across the state and become one of the largest such institutions in our nation. ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് നിങ്ങളുടെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ടാണ്. സർ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. It's your silver jubilee, so 25 years. Thank you for correcting me. ഇത് നമ്മളുടെ സിൽവർ ജൂബിലി ആണ്. എന്നെ കറക്റ്റ് ചെയ്തതിന് നന്ദിയുണ്ട്. So from when your school first started here 25 years ago to now, when you have 880 students coming here, not just from the nearby areas but from areas beyond, it is a massive achievement and I congratulate all of you for it. നിങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കാൻ തുടങ്ങി. ഇവിടെ നിന്ന് മാത്രമല്ല, ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമല്ല, പുറത്തു നിന്നും ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കാൻ തുടങ്ങി. അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ വലിയൊരു വിജയമായി ഞാൻ കരുതുന്നു. And I'm very happy also to have inaugurated or put the foundation stone for your Montessori block. ഞാൻ വളരെ സന്തോഷവതിയാണ്. ഞാൻ ഇത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മോണ്ടിസോറി ബ്ലോക്കിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഒരുപാട് സന്തോഷവതിയാണത്. When I left college, I think at the age of 21 or 22, my first job was as a Montessori teacher. ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 21 വയസ്സ് എനിക്കുള്ളൂ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഒരു മോണ്ടിസോറി ടീച്ചർ ആയിരുന്നു, ഒരു അധ്യാപികയായിരുന്നു ഞാൻ. I taught little 2-year-old children art and craft. I taught 2-year-old children art and craft. ഞാൻ കുഞ്ഞു മക്കളോട് പറഞ്ഞു, നിങ്ങളുടെ കലകളും എല്ലാം നിങ്ങൾ ചെയ്യുക. ഒരുപാട് വരയ്ക്കുക, പഠിക്കുക എന്ന് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. It was a very small school in a colony in Delhi, and my salary was 1400 rupees. ഇത് ഞാൻ ജോലി ചെയ്തിരുന്നത് തീരെ ചെറിയൊരു സ്കൂളിലായിരുന്നു. എൻ്റെ ശമ്പളം എന്ന് പറയുന്നത് വലിയ ചെറിയൊരു തുക മാത്രമേ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. And I think I learnt more than the children learned. ഞാൻ കരുതുന്നു നിങ്ങൾ പഠിച്ചേക്കാട്ടും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. I learnt from them how beautiful and how clear a child's heart is. ഞാൻ അവരിൽ നിന്ന് പഠിച്ചു. ഓരോ കുട്ടികളിൽ നിന്നും ഞാൻ പഠിച്ചത് ഒരു കുട്ടി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി, അവരുടെ ഹൃദയത്തിൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. And ever since then, one of my guiding lights in my life has been to try to keep that child's heart. എൻ്റെ ഒരു വലിയൊരു ഹാർഡ് വർക്ക്, എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അവരെ പഠിപ്പിച്ച് വലുതാക്കുക എന്നതാണ് എൻ്റെ വലിയൊരു വിജയമെന്ന് ഞാൻ കരുതുന്നത്. To look at something that is new, not with fear, not with worry, but with curiosity. ആ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചു
പഠിക്കേണ്ടത് ഭയത്തോടെയല്ല, ക്യൂരിയോസിറ്റിയോടെയാണ്. അതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയോടെ അതിനെ നോക്കണമെന്ന് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു. Just as a child does, to respond to kindness with a welcoming and open heart. ഒരു കുട്ടി എത്രത്തോളം ഞാൻ അവരെ പഠിപ്പിച്ചു, എല്ലാവരോടും നമ്മൾ ബഹുമാനം പുലർത്തണം, എല്ലാവരെയും നമ്മൾ വളരെ സ്നേഹിക്കണം. To make friends more easily than to make enemies. ഒരു ഫ്രണ്ടിനെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. എനിമീസിനെ നമ്മുടെ ശത്രുക്കളെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വളരെ ഈസിയാണ് നമുക്ക് നല്ലൊരു സുഹൃത്തിനെ ഉണ്ടാക്കിയെടുക്കാൻ. To keep laughing and smiling even in the greatest difficulties. നമ്മുടെ എല്ലാ ഡിഫിക്കൽട്ടീസിലും എങ്ങനെ നമുക്ക് ചിരിക്കാം, എങ്ങനെ നമുക്ക് കളിക്കാം എന്ന് ഞാൻ അവരെ പഠിപ്പിച്ചു. And to have the courage to speak the truth and to say honestly what we think. സത്യസന്ധതയോടെ എല്ലാം പറയാനുള്ള ഒരു കരുത്ത് ഞാൻ അവർക്ക് നേടിക്കൊടുത്തു. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് പറയാനുള്ള ഒരു കരുത്ത് ഞാൻ അവർക്ക് നേടിക്കൊടുത്തു. These are all lessons that we learn from all of you little children over here. ഇവിടെ നിന്നിട്ടുള്ള ഒരുപാട് കുട്ടികളിൽ നിന്നും ഞാൻ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. And as you said, in a world that is becoming increasingly darkened by anger, by hatred and by division, there is nothing more important than to educate ourselves through what we learn from children. അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മളുടെ നാട് വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജനങ്ങളും ഒരിക്കലും നല്ല മനസ്സോടെയല്ല പെരുമാറുന്നത്. എന്നാൽ നോക്കൂ, ഈ കുട്ടികളുടെ എത്ര നിഷ്കളങ്കമായ ഹൃദയമുള്ള കുട്ടികൾ. നമ്മൾ എപ്പോഴും അവരെ പോലെ ആയിരിക്കണം. And as teachers, as parents, as adults, to try to make sure that all these beautiful children with their clean and open hearts remember, even when they grow up and when they become adults, to view the world with kindness, with gentleness, and to be good human beings towards others. നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാ കുഞ്ഞു കുട്ടികളെയും നമ്മൾ പഠിപ്പിക്കേണ്ടത് നല്ലൊരു മനുഷ്യത്വം നിർമ്മിക്കാനാണ്, നല്ലൊരു മനുഷ്യനാകാനാണ്. സ്നേഹമുള്ള, എല്ലാവരുടെയും ഉത്തരവാദിത്വം പുലർത്തുന്ന, ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനായി തീരാൻ നമ്മൾ അവരെ പഠിപ്പിക്കണം. And so as we educate children in the sciences, in mathematics and all those important things that they need to learn, we must also educate them in the value of what they were born with, in the value of their cultures, their traditions, in the value of friendship, of love and of peace. നമ്മൾ അവരെ സയൻസും മാത്സും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഒരു കാര്യം കൂടി അവരെ പഠിപ്പിക്കണം. എങ്ങനെ മറ്റുള്ളവരോട് നല്ലവണ്ണം പെരുമാറണമെന്നും എങ്ങനെ സ്നേഹം പുലർത്തണമെന്നും ബഹുമാനമുള്ളവരാവണമെന്നും നമ്മളുടെ ട്രഡീഷനെയും കൾച്ചറിനെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായി മാറണമെന്നും നമ്മൾ അവരെ പഠിപ്പിക്കണം. Because the world is also changing very rapidly. Children are dealing with so much more than they were dealing with, for example, we were dealing with when we were children. Just in terms of being on social media, different pressures to wear certain things, to move in certain ways, to think in certain ways. So amongst all these pressures that are exerted by a new and ever-changing world, it's very important that you remember to stay stable within your heart and to have your foundation strong. ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ല നോളജ് നമ്മൾ പകരണം. അവർക്ക് എന്താണ് ഒരു നല്ല മനുഷ്യനായി മാറ്റുകയും കൂടി നമുക്ക് വേണം. ഇപ്പോഴുള്ള ലോകത്ത് എന്ന് പറയുന്നത് പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ വളരെ ചേഞ്ച് ആയിട്ടുള്ള ഒരു ലോകമാണ്. അപ്പോൾ അവരെ ആ ലോകത്ത് പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ അവരെ പ്രാപ്തരാക്കണം. And what is a good education? A good education is one that fosters genuine intellectual curiosity and independence. ശരിക്കത്തെ എഡ്യൂക്കേഷൻ, ശരിക്കത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരാളോട് നല്ലോണം പെരുമാറുക, നല്ലവണ്ണം ബഹുമാനം പാലിക്കുക എന്നതെല്ലാമാണ്. That allows you to be open to different views. അത് നമ്മളോട് മറ്റുള്ള എല്ലാവരോടും നമ്മൾ സംസാരിക്കാൻ സഹായിക്കുന്നു. And prevents you from rigidity, from being rigid. അത് നമ്മെ റിജിഡിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നു, നമ്മളെ അതിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നു. And teaches you how to collaborate so that you can grow, how to serve society so that society can improve, how to be together with one another in facing difficulties.
നിങ്ങളെ അത് പഠിപ്പിക്കുന്നു എങ്ങനെ നിങ്ങൾക്ക് ഏത് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള സന്ദർഭത്തിലും എങ്ങനെ വളരാം, എങ്ങനെ ഒരു നന്നായി വളർന്നു വരാം എന്നെല്ലാം അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. As the MP of Wayanad Lok Sabha, I can tell you that the society and culture over here is so strong and so deep that I have seen with my own eyes when tragedy struck in Churamala Mundakai, how everybody stood together, regardless of religion, regardless of caste, regardless of class, regardless of political party and ideology. Every single person came forward to help those who were affected. MP എന്ന നിലയിൽ എനിക്ക് പറയാം, ഇവിടുത്തെ കമ്മ്യൂണിറ്റി എത്രത്തോളം ശക്തിയുള്ളതാണെന്ന്. ചൂരൽമല മുണ്ടക്കൈ അപകടത്തിൽ എങ്ങനെ ജനങ്ങൾ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി നിന്നു എന്ന് എനിക്ക് പറയാം. അവരെത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അതാണ് ഇവിടുത്തെ ജനങ്ങൾ. So I think all of us here should be very proud of ourselves for belonging to this great area, Wayanad, this Lok Sabha, which includes all of your different assembly constituencies. I think we should all be proud of what we stand for. We should all be proud that we represent the true spirit of our nation and of our constitution. നമ്മൾ എപ്പോഴും അഭിമാനം കൊള്ളണം. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യത്തിലും നമ്മൾ എന്തിനെല്ലാം ഉറച്ചു നിൽക്കുന്നു എന്നതിലെല്ലാം നമ്മൾ അഭിമാനം കൊള്ളേണ്ടതായിട്ടുണ്ട്. And in this, I would like to specially mention the exemplary life of our veteran Congress leader, Sri A.A. Rahim. ശ്രീ A.A. റഹീമിന്റെ സാറിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് അവരെ മെൻഷൻ ചെയ്യാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നു. Who dedicated his entire life to the service of the nation. നേഷന്റെ സർവീസിന് വേണ്ടി അവരുടെ സ്വയം ജീവിതം തന്നെ മാറ്റിവെച്ച, അവരുടെ മുഴുവൻ ജീവിതം മാറ്റിവെച്ച അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. And his wife Fatima Rahim, after which this institution is named. അദ്ദേഹത്തിന്റെ ഭാര്യ ഫാത്തിമ റഹീമിനെയും ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം. And I would specially like to appreciate the role of the Muslim Education Society in making quality education accessible to marginalized children across Kerala since 1954, sir, or 64? 64. I wish all of you the very, very best in your endeavors. I hope that you grow stronger and stronger, and that more and more institutions like yours stand for the true values of our constitution, for secularism, for peace, brotherhood and equality. ഞാൻ ഈ മുസ്ലിം എഡ്യൂക്കേഷനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത്രയും ഒരു കുട്ടിയെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് വിദ്യാഭ്യാസം നൽകി ഈ ഒരു നിലയിൽ എത്തിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഇവരെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. Thank you very much for inviting me here today. It's been an honor to be with you. എന്നെ ഇവിടെ ക്ഷണിച്ചതിന് ഒരുപാട്